ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ദിക്റുകൾ, പ്രാർത്ഥനകൾ ഇതെല്ലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത്. കാരണം വിശ്വാസിയുടെ മനസ്സും ശരീരവും സദാസമയം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് സജീവമാകും നിൽക്കുന്ന സമയമാണ് ഉറങ്ങുന്നത് വരെയുള്ള സമയം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ബോധവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു അൽ മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ സൂറത്ത് ഫലക്ക്, സൂറത്തു നാസ്, ഇതെല്ലാം ഊതി അത് ശരീരം മുഴുവൻ തടവി എന്നിട്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത് എന്ന് പ്രവാചകന്റെ ഹദീസിലൊക്കെ, ഞാൻ ആ ഹദീസൊന്നും ഇവിടെ ദീർഘമാവും എന്ന് ഭയന്നുകൊണ്ട് വായിക്കുന്നില്ല. അതിൽ പറയുന്ന ഒരു സംഗതി, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ആവ ഇലൽ ഫിറാഷ് കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അദ്ദേഹം വിരിപ്പിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ ജമഅ കഫൈഹി, തൻ്റെ ഇരു കരങ്ങളും അദ്ദേഹം കൂട്ടിപ്പിടിക്കും. സുമ്മ നഫസ, പിന്നെ അതിൽ ഊതും. പിന്നെയോ ഫഖറഅ ഫീഹിമാ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതും, പാരായണം ചെയ്യും. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് ഓതും. വഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, അതോതും. വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തു നാസ് ഓതും. സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി, പിന്നെ തൻ്റെ ശരീരത്തിൽ കൈയെത്തുന്ന ദൂരത്തൊക്കെ അദ്ദേഹം അതുകൊണ്ട് തടവും. എന്നിട്ടോ യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി, തൻ്റെ തലഭാഗവും മുഖവും തടവിക്കൊണ്ടാണ് അത് ആരംഭിക്കുക എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ മറ്റേ ഹദീസിൽ കാണാൻ കഴിയും. സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിരുന്നു. ആയത്തുൽ കുർസി അദ്ദേഹം പ്രത്യേകമായി ഓതിയിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം ഓതിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇതുപോലെ തടവിയിരുന്നു എന്നൊക്കെ മറ്റ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യുന്ന മന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നതാണ് എന്ന് സ്വഹീഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാത്ത ചില പ്രാർത്ഥനകളും നമുക്ക് കാണാൻ കഴിയും. ചില ദിക്റുകൾ, ബിസ്മിക അമൂതു വ അഹ്യ, അല്ലാഹുവേ ഞാനിതാ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, അതോടൊപ്പം തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. അമൂതു വ അഹ്യ, ഒരു മരണം, നേരത്തെ പറഞ്ഞല്ലോ ഉറക്കം എന്ന് പറയുന്ന ഒരു ചെറിയ മരണം തന്നെയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രഗത്ഭമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അള്ളാഹുവേ ഞാനിതാ എൻ്റെ എല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ രത്നച്ചുരുക്കം. എന്നിട്ട് നീയല്ലാതെ മറ്റൊരു അഭയവും മറ്റൊരു അത്താണിയും എനിക്കില്ല. നിന്റെ കിതാബിൽ, നീ ഇറക്കിത്തന്ന കിതാബിൽ ഞാനിതാ വിശ്വസിക്കുന്നു. നീ അവതരിപ്പിച്ച പ്രവാചകനിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവാചകന്റെ ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കുകയും ആ രാവിൽ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ റസൂലുള്ളാഹി പറയാണ്, അവൻ ശുദ്ധ പ്രകൃതിയിൽ മരണപ്പെടുന്നു എന്നാണ്.